സീരിയൽ കില്ലർ സെബാസ്റ്റ്യൻ ആളെ കൊന്നുകൂട്ടുന്നത് ആലപ്പുഴ പള്ളിപ്പുറത്തെ തൻ്റെ വീട്ടുവളപ്പിലാണ് എന്ന് നമ്മൾ കരുതി. ജയനമ്മയുടെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കിട്ടി. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലം കൂടെ ഇപ്പോൾ കൊന്നു തള്ളുന്ന സ്ഥലമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് ആലപ്പുഴയിൽ തന്നെ ചേർത്തലയ്ക്കടുത്ത് ഈ സീരിയൽ കില്ലറിൻ്റെ സുഹൃത്തും തൻ്റെ സഹകാരിയും തന്നോടൊപ്പം എല്ലാ കൊലപാതകത്തിലും പങ്കുമുള്ള റോസമ്മ എന്ന സ്ത്രീയുടെ വീടിനടുത്തുള്ള 40 സെൻറ്റ് സ്ഥലം. അവിടെ മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അതിനുള്ള തെളിവുകൾ ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഇതുവരെ 4 പേരെ കൊന്നതായിട്ടാണ്, കൊന്നു കുഴിച്ചുമൂടി തെളിവ് നശിപ്പിച്ചെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 2002-2003 കാലഘട്ടത്തിൽ കടക്കരപ്പള്ളിയിലെ ബിന്ദു പത്മനാഭൻ്റെ എന്ന MBA-കാരിയെ അവരെ കൊന്നത് എവിടെയാണെന്ന് വ്യക്തതയില്ലായിരുന്നു ഇതുവരെ. എല്ലാ മൃതദേഹങ്ങളും അയാളുടെ പ്രതിയുടെ സെബാസ്റ്റ്യൻ്റെ വീട്ടുവളപ്പിലാണെന്നാണ് നമ്മൾ കരുതിയത്. 2002-2003 കാലഘട്ടത്തിൽ ആദ്യത്തെ കൊലപാതകം നടത്തി ബിന്ദു പത്മനാഭൻ്റെ. അതിൻ്റെ അവശിഷ്ടം എവിടെയാണെന്ന് നമുക്കറിയില്ല. അതുപോലെ ഐഷ എന്ന സ്ത്രീയുടെ അവരെ കൊന്നു തള്ളിയത് നമ്മൾ സംശയിക്കുന്നത് ഇയാളുടെ വസതി തന്നെയാണെന്നാണ്. പക്ഷെ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. വസതിയിൽ 1-2 പേരുടെ മൃതദേഹങ്ങളാണ് അവിടെ അരിഞ്ഞു നുറുക്കി തെളിവ് നശിപ്പിച്ച് ഇതെന്ന് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ 2002-2003 കാലഘട്ടത്തിൽ മിസ്സിംഗ് ആയ ബിന്ദു പത്മനാഭനെ എവിടെ കുഴിച്ചിട്ടു എന്നുള്ള എവിഡൻസ് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഐഷ എന്ന കയറുമ്മ എന്ന് നാട്ടുകാർ വിളിക്കുന്ന അവരെ എവിടെ കൊന്നു തള്ളിയെന്ന് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഇപ്പം വരുന്ന ചില വാർത്തകൾ അത് ചേർത്തല തന്നെയുള്ള റോസമ്മയുടെ വീടിൻ്റെ പരിസരത്ത് അവിടെ ഒരു 40 സെൻറ്റ് സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനകത്ത് 2 മൃതദേഹങ്ങളെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം അതിനടുത്ത് താമസിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ക്ലാർക്കായ ഒരു സ്ത്രീയും അതോടൊപ്പം തന്നെ 1-2 അയൽവക്കക്കാരും 40 സെൻറ്റ് സ്ഥലം സെബാസ്റ്റ്യൻ അവിടെ വാങ്ങിച്ചിട്ടുണ്ട് റോസമ്മയുടെ ഇടപാടിൽ. റോസമ്മ ഇയാളുടെ സഹകാരിയാണ്. റോസമ്മയുടെ വീട്ടിൽ രാത്രി വന്ന് പലപ്പോഴും ഇയാൾ വരും, കിടക്കും. അംബാസഡർ കാറ് വെളിയിലിടും. സ്ഥലക്കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വരുന്ന ആൾ ചില സന്ദർഭത്തിൽ വെളുപ്പിനെയാണ് പോകുന്നതെന്ന് അയൽവക്കക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ 40 സെൻറ്റ് സ്ഥലം റോസമ്മയുടെ ഇടപാടിൽ റോസമ്മയുടെ പേരിൽ വാങ്ങിച്ചിട്ടുണ്ട്. ആ വാങ്ങിച്ച സ്ഥലത്തിൻ്റെ പണം ബിന്ദു പത്മനാഭനെ കൊന്ന് കൈവശപ്പെടുത്തിയ പണം, കുറേ പണം ഇവിടെ നിക്ഷേപിച്ചു, സ്ഥലം വാങ്ങി. ആ സ്ഥലത്ത് തന്നെ ആകാം ബിന്ദു പത്മനാഭനെ കൊന്നു തള്ളിയത്. മൃതദേഹം അവിടെ ആകാം, ഐഷയുടെ മൃതദേഹം അവിടെ ആകാം. ഈ 2 സ്ഥലവും ഈ 40 സെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. ഏതായാലും അവിടെ മൃതശരീരം ഉണ്ട് എന്ന കാര്യത്തിൽ ആരും സംശയമില്ല. അതിലൊക്കത്തുള്ളവർക്ക് അവിടെ JCB കൊണ്ട് 1-2 പ്രാവശ്യം അവിടുത്തെ കാടുകളെല്ലാം മാറ്റി ഉഴുതു മറിച്ചു. ആ സമയത്തിന് അതിരൂക്ഷമായ ഗന്ധം അവിടെ ഉണ്ടായി. സാധാരണഗതിയിൽ നമ്മൾ മൃഗങ്ങൾ ചീഞ്ഞഴുകുന്ന അല്ലെ പശു, ആട്, എരുമയൊക്കെ ചീഞ്ഞഴുകുന്ന ഗന്ധങ്ങളൊക്കെ ഏകദേശം നമുക്കറിയാം. എന്നാൽ മനുഷ്യൻ്റെ ചീഞ്ഞഴുകിയ രൂക്ഷഗന്ധം എന്താണെന്ന് പലർക്കും അറിയത്തില്ല. അത് വളരെ മൂക്ക് തുളച്ച് കയറും, നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഏറ്റവും കൂടുതൽ ചീഞ്ഞഴുകിയാൽ ദുർഗന്ധം ഏറ്റവും കൂടുതൽ ഭൂമിയിലെ മനുഷ്യ ശരീരത്താണ്. ബാക്കിയൊന്നും അത്ര രൂക്ഷഗന്ധമല്ല മനുഷ്യ ശരീരമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഇവിടെ അതിരൂക്ഷമായ ഗന്ധം JCB അവിടെ ഇളക്കി മറിച്ച് മണ്ണ് മാറ്റിയപ്പോൾ ഉണ്ടായി. അത് മൃഗങ്ങളുടെയും മറ്റും ഉള്ള ചീഞ്ഞളിഞ്ഞ മൃതദേഹത്തെക്കാൾ രൂക്ഷമായ ഗന്ധം എന്ന് അതിൻ്റെ ചുറ്റുമുള്ളവർ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അത് മനുഷ്യ ശരീരം തന്നെയാണ്. അതാരുടെ മൃതദേഹമാണ്
എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഏത് കാലഘട്ടത്തിലാണ് ആ മണം അവർക്കുണ്ടായത്? ആ മണം പുറത്തേക്ക് വമിക്കുന്നു എന്ന് റോസമ്മ പറഞ്ഞ അറിവിൽ ആ 40 സെൻറ്റിനകത്ത് ഒരു കോഴി ഫാം സെബാസ്റ്റ്യനും റോസമ്മയും കൂടെ തുടങ്ങി. കോഴി ഫാം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു പേരിന് മാത്രം. ആ കോഴി ഫാമിലെ ഗന്ധം നമുക്കറിയാം, രൂക്ഷഗന്ധമാണ്. ഈ ഗന്ധത്തിന് ഒരു മറ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കോഴി ഫാം തുടങ്ങിയത്. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനോ ഒന്നുമല്ല, ഇത് മറച്ചു വെക്കാനുണ്ട്. കുറേ കോഴികളെ കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ടുണ്ടാവാം. അവിടെ ഉഴുതു മറിച്ചപ്പോഴാണ് ഈ അതിരൂക്ഷമായ ഗന്ധം എന്ന് പറയുമ്പം അത് ഏത് കാലഘട്ടത്തിലാണ് ആ ഗന്ധം വന്നത്, അവിടെ എത്ര സമയം അല്ലെങ്കിൽ എത്ര ആഴ്ചയോളം ആ ഗന്ധം അവിടെ ഉണ്ടായി, ഒരേ പ്രാവശ്യം മാത്രമാണോ ഗന്ധം പുറത്തേക്ക് വന്നത്, 1-2 പ്രാവശ്യമാണോ? എന്തായാലും 2 മൃതദേഹങ്ങൾ അവിടെ കുഴിച്ചു മൂടി എന്ന് ഞാൻ കരുതുന്നു. കാരണം എല്ലാ മൃതദേഹങ്ങളും നമ്മൾ ധരിച്ചത് അവിടെ കടക്കരപ്പള്ളിയിലെ ബിന്ദുവിൻ്റെ അല്ലെങ്കിൽ ആയിഷയുടെ അല്ല. അത് മിക്കവാറും ഈ ചേർത്തലയിലുള്ള അവിടുത്തെ നമ്മുടെ സീരിയൽ കില്ലറിൻ്റെ ഏറ്റവും അടുത്ത സഹചാരി റോസമ്മയുടെ വീടിൻ്റെ പരിസരം തന്നെയാണ്. അതുകൊണ്ട് ആയിഷയുടെയും ബിന്ദു പത്മനാഭൻ്റെ മൃതദേഹം അവിടെ ആകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം ബിന്ദു പത്മനാഭൻ്റെ മൃതദേഹം ഇയാളുടെ വസതിയിൽ തന്നെ ആകാം. പക്ഷെ 2 മൃതദേഹം അവിടെ വരണം. അവിടെ ഇപ്പം മനസ്സിലാകുന്നത് ആയിഷയുടെ മൃതദേഹം തീർച്ചയായിട്ടും അവിടെ തന്നെ ആകാൻ സാധ്യതയുണ്ട്. എങ്കിലും അതിന് കോൺട്രഡിക്റ്റ് ആയിട്ടൊരു കാര്യം വന്നത്, ഒരു പല്ല് കെട്ടിയ ഒരു പല്ലിൻ്റെ അവശിഷ്ടം നമുക്ക് ഇയാളുടെ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് 2 പേരുടെ മൃതദേഹം വന്നിരിക്കാം. ചിലപ്പോൾ അത് ആയിഷയുടെ ആകാം. ഇത് ബിന്ദു പത്മനാഭൻ്റെ തുടക്കത്തിലെ 2002-2003 കൊലപാതകമാണ്. 2017 മാത്രമാണ് FIR എടുക്കാൻ സാധിച്ചത്. അവിടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ആലപ്പുഴ SP-യും അന്നത്തെ SP-യും അന്നത്തെ DYSP-യും അവരൊക്കെ വളരെയധികം പണം മോഹികളായിരുന്നു. അവരെല്ലാം സെബാസ്റ്റ്യൻ്റെ നിന്ന് പണം കൈപ്പറ്റി എന്നുള്ള വാർത്തകൾ വെളിയിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെയും ഈ കൊലക്കേസിനകത്ത് പ്രതിയാക്കേണ്ടി വരും. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി ഇതുപോലുള്ള കേസുകൾ കണ്ടെത്തുക, നിയമപരമായ നടപടി സ്വീകരിക്കുക. അല്ലാതെ പണം വാങ്ങിച്ചു കൂട്ടാനും കുറ്റവാളികളെ സംരക്ഷിക്കാനുമുള്ള ജോലിക്കല്ല ഇവർ യൂണിഫോം ഇട്ട് അവിടെ ജോലി ചെയ്യുന്നത്. ഇതുപോലെയുള്ള നിയമപരമായ പ്രശ്നങ്ങളുണ്ടാകുമ്പം അത് പൊതുജനങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളവരെ അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അവിടുത്തെ അന്നത്തെ SP, അവിടുത്തെ DYSP തീർച്ചയായിട്ടും ഈ കേസിനകത്ത് പ്രതിയാകണം എന്നാണ് ഞാൻ കരുതുന്നത്. റോസമ്മയുടെ ഒരു വല വിരിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് റോസമ്മ. വല വിരിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സെബാസ്റ്റ്യന്. അപ്പം റോസമ്മ ഈ കേസിലെ പ്രതിയായേ പറ്റുള്ളൂ. ഫ്രാങ്ക്ലിൻ എന്നൊരാളും ഇയാളുടെ ഒപ്പം കൊല്ലാനായിട്ട് സഹായിച്ചു എന്നും വാർത്ത വരുന്നുണ്ട്. ഏതായാലും ഒരു കാര്യത്തിൽ ഉറപ്പായി, ജൈനമ്മ എന്ന 2024 ഡിസംബർ 23 ഏറ്റുമാനൂർ അതിരമ്പള്ളിയിൽ നിന്ന് മിസ്സായ ആളെ കൊണ്ടുവന്ന് കൊന്നത് തീർച്ചയായിട്ടും ഇയാളുടെ കുടുംബ വീട്ടിൽ തന്നെയാണ്. യാതൊരു സംശയമില്ല. കാരണം അതിനാവശ്യമായ എവിഡൻസുകളെല്ലാം ധാരാളം ലഭിച്ചിരിക്കുന്നു. അത് ജൈനമ്മയുടെ ബ്ലഡ് അവരുടെ ഒരു വാതിലിൻ്റെ അവിടെ നിന്ന് ചുരണ്ടിയെടുത്തപ്പം അത് DNA പരിശോധിച്ചപ്പം അത് ജൈനമ്മയുടെ ബ്ലഡാണ് കണ്ടു. തീർച്ചയായിട്ടും ജൈനമ്മ അവിടെ തന്നെ കൊന്നു. ജൈനമ്മയുടെ ഒരു ബാഗ് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അവരുടെ ഒരു വാച്ചിൻ്റെ ചില ഭാഗങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ജൈനമ്മയെ കണക്ട് ചെയ്യുന്ന ആ വീടിൻ്റെ വാതിലുള്ള രക്തം ജൈനമ്മയുടെ ആണെന്ന് വന്നിട്ടുണ്ട്. അത് തന്നെയല്ലേ DNA പരിശോധനയിൽ കൃത്യമായി അത് ജൈനമ്മയുടെ ആണെന്നും കണ്ടെത്തിയ സ്ഥിതിക്ക് ആ മർഡറിനുള്ള മിക്കവാറും എല്ലാ എവിഡൻസുകളും കോട്ടയം ക്രൈംബ്രാഞ്ചിൽ ലഭ്യമായി എന്ന് ഞാൻ കരുതുന്നു. ഇത് ധാരാളം മതിയാവും ഒരു കൊലക്കേസിൽ ഒരാളെ ശിക്ഷിക്കാൻ. കാരണം ജീവനോടെ ഉള്ള ഒരാളിൻ്റെ വീട്ടിൽ നിന്ന് ഇയാളോട് സഹകാരിയായി നിന്ന ഒരു സ്ത്രീയുടെ മൃതദേഹത്തിൻ്റെ ബ്ലഡ് ആ വീട്ടിൽ നിന്ന് കണ്ടെത്തി. അവരുടെ ചില ശരീരാവശിഷ്ടങ്ങൾ ചിലത് അവരുടെ ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് തന്നെയല്ല, അവരുടെ ചില ബ്ലൗസുകൾ,
അങ്ങനെ ചില സാധനങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. സെബാസ്റ്റ്യൻ്റെ ഡിഫൻസ് തൻ്റെ കാല് രണ്ടും അവിടെ ഷുഗർ കൊണ്ട് അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് രക്തമൊലിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പഴുപ്പൊലിക്കുന്ന അതുകൊണ്ടാണ് തൻ്റെ വീട്ടിൽ ബ്ലഡിൻ്റെ അംശം കണ്ടതെന്നുള്ള വാദഗതി പൊളിഞ്ഞു പോയി. കാരണം ബ്ലഡ് ഗ്രൂപ്പ് നോക്കി ആ വാതിലുള്ള ഉണങ്ങിയ രക്തം അത് ജയനമ്മയുടെ തന്നെ. അവരുടേതായ ചില ബിലോങ്ങിങ്സ് ആ വീട്ടിൽ നിന്ന് അവരുടെ കോമ്പൗണ്ടിൽ നിന്ന് കണ്ടെത്തി. അപ്പോൾ എല്ലാ കൊലപാതകങ്ങളും സെബാസ്റ്റ്യൻ്റെ വീട്ടുവളപ്പിലല്ല എന്നാണ് ഇപ്പം വരുന്നത്. 2 കൊലപാതകങ്ങളെങ്കിലും റോസമ്മയുടെ വീടിനടുത്തുള്ള 40 സെൻറ്റിനകത്ത് ഉണ്ട്. അതുകൊണ്ട് അടിയന്തരമായിട്ട് പോലീസ് അവിടെ പരിശോധിക്കണം, ആ മണ്ണ് പരിശോധിക്കണം. അവിടെ ചീഞ്ഞഴുകിയ മൃതദേഹത്തിൻ്റെ അംശങ്ങളുണ്ട്. അത് നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം അവിടെ കുഴിയെടുത്ത് അല്ലെ സ്ലാബ് ഇട്ട് മൂടിയതായിട്ട് ഒരു സ്ലാബിൻ്റെ വർക്ക് അവിടെ നടത്തിയിട്ടുണ്ട്. അവിടെ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ടാവും. ആ കുഴിച്ചിട്ട മണ്ണിൻ്റെ അതിനകത്ത് ലയിച്ച് മൃതദേഹാവശിഷ്ടം ഉണ്ടാവും. അതിൻ്റെ മിക്കവാറും അവിടുന്ന് എല്ലെടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ എന്നും അറിയത്തില്ല. ഇയാൾ ഒരു സൈക്കിക്കാണ്, സീരിയൽ കില്ലറാണ്, യാതൊരു സംശയമില്ല. ഇതിനകത്ത് ആ 4 കൊലപാതകം മാത്രമല്ല ഇയാൾ ചെയ്തിരിക്കുന്നത് ഞാൻ കരുതുന്നു. അതേ സമയത്ത് ഒരു ആളെ അവിടെ റോസമ്മയുടെ അടുത്ത് ഏതോ ഒരാളെ ഇയാൾ അവിടെ ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം, അവിടുന്ന് ഒരു കോഴിയെ കിട്ടും, ആ കോഴിയെ ഇവിടെ കൊണ്ടുവന്ന് ക്രിയകൾ ചെയ്യണം. അത് കോഴി വെട്ടുകയാണോ അതിൻ്റെ രക്തം ചീന്തുകയാണോ എങ്കിൽ അത് നരബലിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇയാൾ ഒരു സൈക്കിക് കില്ലറാണ്, ഒരു സീരിയൽ കില്ലറാണ്, ഒരു സൈക്കിക് പേഴ്സണാണ്. ഇയാൾ അന്ധവിശ്വാസിയാണ്. നരബലിയുടെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം. എങ്കിലും പണം സമ്പാദിക്കാൻ ഒരു മാർഗമായും അതോടൊപ്പം തന്നെ ഒരു നരബലിയുടെ ചടങ്ങുകൾ നടത്തിയാൽ ഈ കേസ് പിടിക്കപ്പെടില്ല, കേസ് ഒരിക്കലും ഇയാളെ പ്രതിയാക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണെന്ന് തോന്നുന്നു. കോഴി ഇപ്പോൾ അവിടെ രംഗത്ത് വന്നിരിക്കുന്നു. അവിടെ ഒരു കോഴി ഫാം തുടങ്ങിയിരിക്കുന്നു. ഒരാളുടെ അടുത്ത് ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ അവിടുന്ന് ഒരു കോഴി വാങ്ങിച്ചുകൊണ്ട് വരണം എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ആ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു കോഴി കൊണ്ടൊരു ക്രിയ ചെയ്യണം എന്നൊക്കെയുള്ള വാർത്തകൾ പൊതുവെ വരുന്നുണ്ട്. ഏതായാലും 4 പേരുടെ കൊലപാതകം, ഒന്ന് കടക്കരപ്പള്ളിയിലെ ബിന്ദു പുലപ്പനാവിൻ്റെ, ആയിഷ എന്ന കയറുമ്മയുടെ, ഏറ്റുമാനൂർ ജയനമ്മയുടെ, അതോടൊപ്പം തന്നെ അവിടെ ആലപ്പുഴയിൽ തന്നെ ഒരു ലേഡി മിസ്സായിട്ടുണ്ട്, സിന്ധു എന്ന ബിന്ദു. അവരെയും ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇനി പല ആൾക്കാരെയും ഉണ്ടാവും, പുരുഷന്മാരും വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഏതായാലും ഓരോ സ്ഥലത്തും പരിശോധന നടത്തുമ്പം അവശിഷ്ടങ്ങൾ DNA പരിശോധന എത്ര പേരുടെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഏതായാലും ഇയാളുടെ കുടുംബ വീട്ടിൽ മാത്രമല്ല ഈ 40 സെൻറ്റിലും അവിടെ മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു.